ആദ്യമായി പാടുമേ ആത്മഗീതം. കൃഷ്ണ നീ വേഗനേ ബാരോ ഹൈ ഒരു മുறை വന്ന് പാർത്തായ കളി ആണുങ്ങളോട് വേണ്ട. അയ്യേ എന്താ എന്താ ഇത്? ഇതേ നിന്റെ ഡ്രസ്സിന് പറ്റൂല. നിന്റെ ഡ്രസ്സിന് പറ്റുന്ന പൊട്ട് ഇതാ. ഇത് പഴയ ഫാഷനാ. പഴയതായിക്കോട്ടെ, പക്ഷേ എൻ്റെ അനിയത്തി കുട്ടിക്ക് അത് മതി. മീര, ഞാനേ ഒന്ന് പുറത്തു പോവാ. പറ്റിക്ക് നമുക്ക് മനുവിന്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോവാം. എനിക്കൊരു സാധനം വാങ്ങിച്ചു തരുമോ? എനിക്കൊരു കുപ്പിയോളെ വാങ്ങിച്ചു തരുമോ? ഒരു കുപ്പിയോളെ? അല്ല, കുറച്ച് കുപ്പിയോളെ വാങ്ങിച്ചു തരുമോ? എന്റെ മീര, ഞാനൊക്കെ എത്ര കുപ്പിയോളം വാങ്ങി തന്നിട്ടുണ്ട്. ഈ ഡ്രസ്സിന് പറ്റണ ഒരു കുപ്പിയോളെ ഇല്ല കേട്ടോ. ഓക്കെ, ആദ്യം വരുമ്പോ കൊണ്ടുവരാം കേട്ടോ. അയ്യേ, ആ വള എനിക്ക് വേണ്ട കേട്ടോ. നീ ഈ വള ഇട്ടുപിടി. ബെസ്റ്റ് ഏട്ടാ. ഓ ഇതേ നിന്റെ ഫ്രണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത്? അവളുടെ ഏട്ടൻ ചീത്തയാക്കിന്ന്. ഏട്ടൻ അനിയത്തിയെ ചീത്തയാക്കി? എടി, നീ ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്തതും ചിന്തിച്ചുകൊണ്ട് ഇരുന്നോ? അടുക്കളയിൽ എന്തൊക്കെ പണിയെന്ന് പറയാം ചെല്. പിന്നെ മനു വിളിക്കുകയാണെങ്കിൽ എൻ്റെ മൊബൈലിൽ വിളിക്കാൻ പറയാം. ഓക്കെ കേട്ടോ? അച്ഛൻ മകളെ അതുപോലെ ആവോ? ഏട്ടനും ഇങ്ങനെയാണോ? എന്റെ ഏട്ടനും ചിലപ്പോ അങ്ങനെയാവും. എന്റെ ഏട്ടനും ചിലപ്പോ അങ്ങനെയാവും. എല്ലാ ആണുങ്ങളും അതുപോലെയാ. എന്റെ ഏട്ടനും ആണല്ലേ? മനു, എന്റെ ഏട്ടനും. അതെടാ, ഞാൻ വീട്ടിലെത്തിയുള്ളൂ. ഓക്കെ. മീര റെഡി ആയി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങാം. മതി ആടാ, മതി. നീ തിയേറ്ററിന് മുന്നിൽ വന്നാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ അവിടെ എത്തുമ്പോൾ വിളിക്കാം. ഓക്കെടാ, ശരി. ഓക്കെടാ, ബൈ. മീരാതാ, നീ പറഞ്ഞ കുപ്പിയോളാം. എന്താ തലവേദന? എന്താ പറ്റിയ? എന്താ പറ്റിയെന്ന് പറ. എല്ലാ ആണുങ്ങളും അതുപോലെയാ. എന്റെ ഏട്ടനും അങ്ങനെയാ. എനിക്കറിയാം. എന്റെ ഏട്ടനും അങ്ങനെയാ. എവിടേക്കോ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് മീര, ഇത്രയും കാലമായിട്ടും എനിക്ക് ഏട്ടനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. കുട്ടിക്ക്
ഏട്ടാ ഇത്രയും കാലമായിട്ട് ഏട്ടന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏട്ടാ ഒന്നുമില്ല, എവിടേക്കോ എന്തൊക്കെ ഉണ്ടായി വെച്ചിട്ട് ആവശ്യമില്ലാണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കരയണ്ട, എൻ്റെ കുട്ടി കരയണ്ട. നന്നായിരുന്നു, രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. വളരെ പിന്നെ നല്ല ഒരു ഓമനത്വമുള്ള പെങ്ങളും അനുസരിക്കുന്ന ഒരു ആങ്ങളയുമായിട്ട് തോന്നി. നിങ്ങളുടെ ഇതിൽ തന്നെ അത് നല്ലോണം ഡ്രസ്സിലും പെരുമാറ്റത്തിലും ഒക്കെ തോന്നി. അപ്പോൾ തന്നെ അഭിനയത്തിൽ പകുതി അതിലങ്ങ് പോകും. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശബ്ദത്തിൻ്റെ ഒരു മാധുര്യം അതുണ്ടായിരുന്നു. രണ്ടുപേർക്കും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ പെട്ടെന്ന് തീർന്നു പോയോ എന്ന് തോന്നിപ്പോയി അങ്ങ്. കാരണം അത്രയ്ക്കൊരു ഇതുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ചെയ്തതിൽ. ഇറ്റ് വാസ് സിംപ്ലി ഗ്രേറ്റ്. താങ്ക് യു സർ. വളരെ നാച്ചുറൽ ആയിരുന്നു രണ്ടുപേരും. നിങ്ങൾ തുടക്കം മുതൽ എൻഡ് വരെ അതിനെ കീപ്പ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റി രണ്ടുപേർക്കും. ഈവൺ അതിൻ്റെ ആ ഇമോഷണൽ പോയിന്റിൽ പോലും നിങ്ങൾ അത് ലൂസ് ചെയ്തില്ല. ഇറ്റ് വാസ് ദാറ്റ് ഗ്രോത്ത്. ആൻഡ് നിങ്ങൾ ആ കഥാപാത്രങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതും ഞാൻ എപ്പോഴും പറയാറുള്ള പോയിൻ്റ്. ബിലീവ്, യു ബിലീവ് ദെൻ വി ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുമ്പോഴേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസ് പേപ്പർ റീഡിങ്ങിലാണ് ഒന്ന് പാളിപ്പോയത്. എന്താണെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ന്യൂസ് പേപ്പർ തുറന്നു, ഓക്കെ ഇത് വായിച്ചു, ഇത് മറിച്ചു ടീം ഞാൻ ഞെട്ടുന്ന ന്യൂസ് ഇതാ വരുന്നു എന്ന് പറയുന്നിടത്ത് അത് നമ്മൾ ന്യൂസ് പേപ്പർ സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കുന്നു, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇതിനകത്ത് ഈ പേജിലാണ് ഞാൻ വാർത്ത കണ്ട് ഈ പേജ് വരുമ്പോൾ തന്നെ ഞാൻ ഞെട്ടണം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് ഒന്ന് പാളിപ്പോയത്. ബട്ട് എനിവേ ഐ എം വെരി ഹാപ്പി ദാറ്റ് ബോത്ത് ഓഫ് നിങ്ങളുടെ നല്ല എഫേർട്ട്. ഐ എം വെരി ഹാപ്പി. പ്ലീസ് കണ്ടിന്യൂ ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്. പെർഫോമൻസ് നന്നായിരുന്നു. കോർഡിനേഷൻ വാസ് ഗുഡ്. എനിക്കൊരു കാര്യം വല്ലാണ്ട് ഫീൽ ചെയ്തത് ഗിരീഷിനോടാണ് പറയാനുള്ളത്. അതായത് അനിയത്തി ഒരു വലിയ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള, ഭയങ്കര സ്നേഹമുള്ള ചേട്ടനും അനിയത്തിയാണ്. അപ്പോൾ അനിയത്തി ഇങ്ങനെ പറയുന്നു, ആദ്യമൊക്കെ ലൈവ്ലി ആയിരുന്നു, എത്രത്തോളം അഫെക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു. അപ്പോൾ അനിയത്തി പെട്ടെന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് അമ്മ ഒരു കുട്ടി പറഞ്ഞ എൻ്റെ ചേട്ടൻ ചീത്തയാക്കി എന്ന് പറഞ്ഞാൽ സംതിങ്, ഒരു ചെറിയൊരു ഷോക്കെങ്കിലും വരണം. കാരണം അത്രയും ഇഷ്ടപ്പെട്ടുള്ള ഒരാളൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് പറയുകയാണ്. അതിനൊരു സീരിയസ്നെസ് ഉള്ളൊരു കാര്യമാണ് അത് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതിന് ഗിരീഷ് റിയാക്ട് ചെയ്യാണ്ട് പോയി. മൊത്തത്തിൽ എന്തായാലും ഇറ്റ് വാസ് ഗുഡ്.